1 kg വെയിറ്റ് വന്നിട്ടുള്ളൊരു ബ്ലൂബെറി കേക്കാണ് കേട്ടോ. നമുക്ക് ഈ ഓർഡറൊക്കെ കൺഫേം ചെയ്ത് കഴിഞ്ഞിട്ട് കസ്റ്റമർ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ എന്ന് പറയാറുള്ള കസ്റ്റമേഴ്സ് എനിക്ക് കുറവാണ്. നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ഓർഡറാണ് കേട്ടോ അത്. അപ്പം അങ്ങനത്തെ ഓർഡേഴ്സൊക്കെ വരുമ്പോൾ ചെയ്യാൻ വിചാരിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഡിസൈൻസ് വിഷ് ലിസ്റ്റിൽ ഉണ്ടാവുമല്ലോ, നമ്മൾ ഈ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ സേവ് ചെയ്ത് വെച്ചത്. അങ്ങനത്തെ കുറച്ചധികം ഡിസൈൻസ് എൻ്റെ ഫോണിലുണ്ടായിരുന്നു. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നോക്കി ചെയ്യാം എന്ന് കരുതി തുടങ്ങിയ കേക്കാണ് കേട്ടോ. പക്ഷെ ചെയ്ത് വന്നപ്പോൾ ആ ഡിസൈൻ ഒന്നുമല്ല കേക്കിൽ വന്നത്. നമ്മൾ ചോക്ലേറ്റ് ഗനാഷിൽ 2-3 ഡ്രിപ്പ് പർപ്പിൾ കളർ ആഡ് ചെയ്തിട്ട് ടോപ്പിലായിട്ട് ഗനാഷ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഡ്രിപ്പിങ്ങും ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോപ്പിലായിട്ട് ഈ പാരൽ നൈഫിൻ്റെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പൈപ്പിംഗ് ബാഗിൽ വിപ്പിംഗ് ക്രീം കുറച്ച് ലൂസായിട്ട് ഇട്ടിട്ട് ഇതുപോലൊരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ചുറ്റും കുറച്ച് കുത്തും ഗോമൊക്കെ ഇട്ടിട്ടുള്ള ഡിസൈനാണ് ഈ കേക്കിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് ആർഭാടാക്കി കോളാക്കണില്ല. പിന്നെ ബോർഡർ വെച്ചിട്ടുണ്ട്, സ്റ്റാർ നോസിലിൻ്റെ ഒരു ബോർഡറാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്കൊരു വിഷ് എഴുതാനുണ്ടായിരുന്നു. ഇത് ബർത്ത്ഡേ കേക്ക് ആയിരുന്നു. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു വിഷ് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ റൈറ്റിങ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ വിചാരിച്ച ഡിസൈൻ ഒന്നും അല്ല കേട്ടോ കേക്കിലെത്തിയപ്പോൾ ആയത്. അപ്പോൾ ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.